ഹലോ അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിന്ന് റവ കൊണ്ട് ഒരു നല്ലൊരു സ്വീറ്റാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ 1 ഗ്ലാസ് റവ ചേർത്ത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമുക്കിത് റോസ്റ്റായി വരുന്ന സമയം നമുക്ക് 1 ഗ്ലാസ് കാച്ചിയ പാൽ ആവശ്യമുണ്ട്. അപ്പം പാല് നമുക്ക് അത്രയും ഒഴിക്കണ്ട, 3/4 ഗ്ലാസ് പാല് മാത്രമേ ഞാനിതിൽ ഉപയോഗിക്കുന്നുള്ളൂ ഇപ്പം. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ച് തന്നെ നമ്മൾ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ പാലിൽ തന്നെ നമുക്കിത് റവ വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിൽ എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ പരുവാകുമ്പോൾ തന്നെ നമുക്കിത് പാത്രത്തിലോട്ട് ചൂടാറാനായിട്ട് വയ്ക്കാം. അപ്പം ഇത് നമുക്ക് ആറുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അടുപ്പത്ത് വേറൊരു പാൻ വെച്ച് പഞ്ചസാര ലൈനി നമുക്ക് റെഡിയാക്കാം. അപ്പം അതിനായിട്ട് ഞാൻ 1 ഗ്ലാസ് പഞ്ചസാരയ്ക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചസാര നമുക്ക് അലിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കൊരു 2 ഏലക്ക ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഇത് പാകപരത്തിലൊന്നും വരണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് പഞ്ചസാര അലിഞ്ഞാൽ മാത്രം മതി. അപ്പം ഇത് നമുക്ക് ചൂടാറാനായിട്ട് വയ്ക്കാം റെഡിയാക്കിയിട്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള റവയിൽ നമുക്ക് 1 നുള്ളു സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. സോഡാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലൊരു നുള്ളി ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാലിൽ 1 ഗ്ലാസ് എടുത്ത് വെച്ചിരുന്നതിൽ 3/4 ഗ്ലാസ് മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലൊരു 1/4 ഗ്ലാസ് നമ്മൾ ഇതിലൊഴിച്ച് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് നമ്മൾ ആവുന്നത് വരേക്കും നല്ല രീതിയിൽ നമുക്കതൊന്ന് വരകിയെടുക്കാം. എല്ലാം നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം. എന്നിട്ട് ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടി വയ്ക്കാം. ചെറിയ ഉരുളകളായിട്ട് മതിയാവും, കാരണം നമ്മൾ പഞ്ചസാര ലൈനിൽ ഇടുമ്പോൾ അത് വലുതായിട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് എടുത്താൽ മതി. അപ്പോൾ എല്ലാം നമുക്ക് ഉരുളകളാക്കി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് അത് അടിയിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റീൽ പാത്രത്തിൽ വെക്കരുത്, നമ്മൾ ചൂട് കട്ടിയുള്ള പാത്രത്തിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് ചേർന്ന പഞ്ചസാര ലൈന് നമുക്ക് അരിച്ച് വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് വയ്ക്കാം. എല്ലാ സൈഡും നല്ല രീതിയിൽ ബ്രൗൺ ഷെയ്ഡ് ആവുന്നതായിരിക്കും നമുക്ക് നല്ല രീതിയിൽ ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത ശേഷം നമുക്ക് ഇത് ചൂടോടെ തന്നെ ഈ പഞ്ചസാര പാവിൽ നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഇത് ചൂടോടുകൂടി തന്നെ ഇതിലിടുമ്പം പെട്ടെന്ന് തന്നെ അതിൽ പഞ്ചസാര പിടിക്കും, അതുകൊണ്ടാണ് ചൂടോടെ തന്നെ ഇടുന്നത്. അപ്പോൾ 1 ഡേ ഫുള്ളായിട്ട് വെച്ച് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മധുരം അതിൽ നല്ല രീതിയിൽ പിടിച്ച് നല്ല ടേസ്റ്റായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് അയക്കാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇനിയും നല്ല വീഡിയോസായിട്ട് ഇനിയും നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ ബൈ ഫ്രണ്ട്സ്.